എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടും രോഗികൾ എണ്ണം കൂടി കൂടി വരുന്നത്? ഇത് പല ആളുകളും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ മാറും, പക്ഷെ എന്ത് ചെയ്യില്ല, രോഗം കറക്റ്റ് മാറുന്നില്ല എന്ന് തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ മരിക്കുന്ന വരുന്നത് മിക്ക ആളുകൾക്കുന്നുണ്ട്. ഡയബറ്റിക്കാണ്. ഇപ്പോൾ നമ്മൾ നോർമലി മരിക്കുന്ന ആളുകൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. സാധാരണ മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒരു നോർമൽ പ്രായം ചെന്നിട്ട് മരിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഷുഗർ കാരണം മരിക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കുക, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് മരിക്കുക, ഒന്നില്ലെങ്കിൽ കാലാകാലമായിട്ട് കിടപ്പിലായ രോഗിയാണ് അങ്ങനെ മരിച്ചു പോയി എന്ന് പറയും. അപ്പോൾ രോഗം എന്ത് ചെയ്യുന്നില്ല, ആളുകളെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് മാറിപ്പോണില്ല. എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഷുഗറിലെ മരുന്ന് ഇങ്ങനെ കുടിക്കുക. അത് കുടിക്കുന്നത് കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടോ എന്ന് പോലും രോഗി നോക്കുന്നില്ല. ഞാൻ വേറെ ഡോക്ടറെ കാണിക്കൊണ്ടോ നോക്കുന്നില്ല. ഡോക്ടർ എന്താണ് കൊടുക്കുന്നത് അതെന്ത് ചെയ്യും, രോഗി കുടിക്കുന്ന ശീലങ്ങൾ നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മോചിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതിന് പേര്. ആ ജീവിതശൈലി എന്ത് ചെയ്യണം, മാറണം. അത് മാറാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രോഗങ്ങളൊന്നും മാറില്ല. അത് 100% ഉറപ്പാണ്. അല്ല, ഇത് നമുക്ക് എനിക്ക് എപ്പോഴും വരുന്ന ഡൗട്ട്, അല്ലെ ആളുകൾ ചോദിക്കുന്ന ഡൗട്ട്, എന്താ പറയുക, നമ്മൾ ഇത്രയും ഡോക്ടേഴ്സിനെയും അവർ കാണിച്ചിട്ടും ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന പേഷ്യൻസിൻ്റെ പ്രശ്നം തന്നെയാണോ? അത് നല്ല ചോദ്യമാണ്. പിന്നെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം നമുക്കൊരു പറയാൻ പറ്റില്ല. സിസ്റ്റം എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സിസ്റ്റത്തിന് പരിമിതികളുണ്ട്, പക്ഷേ അതെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിൽ ഇങ്ങനെ ഡേ ബൈ ഡേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പൊതുവെ പേഷ്യൻസിനോട് അല്ലെങ്കിൽ രോഗികളോട് പറയുന്ന, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് റൂം ഞാൻ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 2 തരത്തിലെ രോഗികൾ വരല്. നല്ല രോഗികളുണ്ടാവും, ചീത്ത രോഗികളുണ്ടാവും. നല്ല രോഗികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോശം രോഗികൾ എന്ന് പറയാൻ റീസൺ ഉണ്ട് കേട്ടോ. നല്ല രോഗികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രോഗികൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ എനിക്ക് ഇന്നാലിന്ന് പ്രശ്നമുണ്ട്, ഇന്നാലിന്ന് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കി എന്താണ് പ്രശ്നം, എത്ര കാലം തുടങ്ങിയിട്ട്, ഏത് സമയത്താണ് കൂടുന്നത്, എന്തൊക്കെ ഭക്ഷണം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതിങ്ങനെ പറയും ചെയ്യും. അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആയിരിക്കും. അതേസമയം വേറെ ചില രോഗികളുണ്ട്, ഇത് ഏറ്റവും കൂടുതൽ ഈ രോഗികൾ ഇപ്പോഴത്തെ നിലവിൽ, അവർ നേരെ കുറേ റിപ്പോർട്ട്സും കാര്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരും. ഡോക്ടർ എൻ്റെ കാലിന് തരിപ്പാണ്, 10 വർഷമായിട്ട് ഷുഗർ ഉണ്ട്, ഷുഗർ ലാസ്റ്റ് നോക്കിയപ്പോൾ 200-300 ഉണ്ട്, ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല, മരുന്ന് എടുത്താൽ എൻ്റെ കിഡ്നി പോലെ ലിവർ പോകും, അതുകൊണ്ടാണ് ഞാൻ മരുന്ന് കുടിക്കാത്തത്. പിന്നെ ഭക്ഷണം എനിക്ക് ഒരു നേരം ചോറ് തിന്നും, പിന്നെ രാവിലെ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശ അങ്ങനെ 3-4, പിന്നെ രാത്രി ചിലപ്പോൾ എന്ത് ചെയ്യും 1-2 ചപ്പാത്തി തിന്നും, പിന്നെ എക്സസൈസ് കാര്യങ്ങൾ, ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ തന്നെ പറയും. അപ്പോൾ ആക്ച്വലി ആ രോഗിക്കറിയാം എൻ്റെ രോഗം എന്തുകൊണ്ട് വന്നോ, ഇത് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളത് രോഗിക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള രോഗി നമ്മളെടുത്ത് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രോഗി തന്നെ നമ്മളോട് ഇങ്ങനെ പറയാം. അപ്പോൾ അവിടെ ആക്ച്വലി രോഗിക്ക് ബോധം വേണം, ഇത് എനിക്ക് എൻ്റെ പ്രശ്നമാണ്, എനിക്കിത് മാറിക്കിട്ടണമെന്നുള്ളൊരു ബോധം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി രോഗിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യട്ടുള്ളൂ, മാറി കിട്ടുള്ളൂ. അല്ലാത്ത കാലത്തോളം മാറി കിട്ടൂല. അതേപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു സിംറ്റമാറ്റിക്കലി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മാറിക്കിട്ടുന്ന ആളുകൾക്ക്, ഇത് മാറി തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ മെഡിസിൻ നിർത്തും. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡയബറ്റിക് ഫുഡ്, അൾസർ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ HbA1c ഇതൊക്കെ നോക്കാൻ പറയും, ഷുഗർ നോക്കാൻ പറയും. അപ്പോൾ അത്യാവശ്യം 200-ന് മുകളിൽ ഷുഗർ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മരുന്ന് എടുക്കണം? ഇല്ല, ഞാൻ മരുന്ന് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും മരുന്ന് കുടിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതാണ് പേഷ്യൻ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളത് പറ്റൂല, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഷുഗറിന് മുമ്പ് കഴിച്ച മെഡിസിൻ കഴിക്കണം, ഡോക്ടറെ പോയി കാണിക്കണം, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഈ മുറി ഉണങ്ങാനുള്ളത്, ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, അല്ലാതെ ഇത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ ഒന്നെങ്കിൽ കണ്ടിന്യൂറ്റ് മെഡിസിൻ കഴിക്കില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ഫോക്കസ്ഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫെയിലിംഗ് നല്ലോണം ഉണ്ട്. ഇതിപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി വേറെ ഒരു സംഗതി ഉണ്ട് കേട്ടോ, ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ നല്ലോണം ഉള്ള ഒരാളാണ്, ഒരു കണ്ടീഷനാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മുമ്പ് ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ സ്മോക്കിങ് നിർത്തുന്ന വിഷയം പറഞ്ഞപ്പോൾ, അത് കുഴപ്പമില്ല, ഞാൻ ഇൻഷുർ എടുത്തിങ്ങനെ പറഞ്ഞു. അത് ആളുകളെ മൈൻഡ് സെറ്റ് അതിലേക്ക് മാറി. ഇപ്പോൾ എനിക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടെന്നുള്ള ആ മെൻറ്റാലിറ്റിയിൽ നിന്ന് എന്ത് വേണം, നമ്മൾ ചേഞ്ച് വരുത്തണം. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ അതിപ്പോൾ എന്തായാലും എല്ലാവർക്കും ഷുഗറല്ലേ വരിക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ല. അപ്പോൾ ഈ ഒരു സമയം ഞാൻ നല്ല ഫുഡ് അടിക്കുക, ഈ ഒരു സമയത്തല്ല തിന്നാൻ പറ്റുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തായാലും അസുഖം വരും. ആ ഒരു കൺസെപ്റ്റ് മാറണം.
നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഈ ഒരു നേരത്ത് നാളത്തെ ആരോഗ്യത്തിന് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കണം. അതെ, നാളേക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്താലും, അല്ലാതെ നാളേക്ക് വേണ്ടി നാളെ എനിക്ക് രോഗം വരും അതുകൊണ്ട് ഞാനൊരു ഇത്ര എമൗണ്ട് എന്ത് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കാണുക, അതല്ല വേണ്ടത്. ഒരു എമൗണ്ട് എടുത്താലും എന്ത് ചെയ്യില്ല, ആരോഗ്യം വീണ്ടും എടുത്തില്ല. അസുഖം മാറിയാലും ആരോഗ്യം കിട്ടൂല, അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാതും നോർമലായി, എല്ലാ ടെസ്റ്റുകളും നോർമലായി, പക്ഷേ ആൾക്ക് ചിലപ്പോൾ ഒന്നും നടക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ക്ഷീണം തോന്നാണ്, എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ്. അപ്പോൾ ആരോഗ്യം വേറെ തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഹെൽത്ത് മെയിൻറ്റെയിൻ നമ്മുടെ നാട്ടിൽ തീരെയില്ല. അത് രോഗികൾക്കും ഇല്ല, നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെ പരിമിതമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി കണ്ടീഷനിൽ കൊണ്ടുവരണം. അല്ലാതെ ഇനിയൊരു പഴയൊരു സിറ്റുവേഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഡയബറ്റിക് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയബറ്റിക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരുമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയബറ്റിക് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡയബറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇൻസുലിൻ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഗ്ലൂക്കോസ് അരിഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റഡ് ആക്കാൻ വേണ്ട ഒരു സംഗതി ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഈ ഇൻസുലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് ശരിയായ രീതിയിൽ എന്തെങ്കിലും കോശങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ എനർജി യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തേണ്ട കണ്ടീഷൻ വരും പാൻക്രിയാസിന്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരൊറ്റ ഡിസീസാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. ആ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. അതല്ലാതെ ഇഷ്ടംപോലെ വേറെയുണ്ട്. ഫൈബ്രോയിഡ് അതിൽ പെട്ടതാണ്, ഫൈബ്രോയിഡ് വരുന്ന ഫാറ്റി ലിവർ അതിൽ പെട്ടതാണ്, കൊളസ്ട്രോൾ വരുന്ന അതിൽ പെട്ടതാണ്, ഹാർട്ട് ഡിസീസുകൾ വരുന്ന അതിൽ പെട്ടതാണ്. ഇതെല്ലതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമായിട്ടുണ്ടാകുന്നതാണ്. അതിൽ പെട്ട ഒരു ഭാഗം മാത്രമാണ് എന്ത് ഡയബറ്റിക് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്തിന് ബോഡി എല്ലാ സൈൻ സിംറ്റംസ് കാണിക്കും. എസ്പെഷ്യലി നമ്മൾ ഈ കഴുത്തിലൊക്കെ നെക്കിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഉണ്ടാവും ഈ സ്കിൻ ടാഗുകൾ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്. കാരണം ഇൻസുലിന് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഗ്ലൂക്കോസ് അപ്ടേക്കിന് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഹോർമോണാണ്. ഇത് വളർച്ചയെ കൂട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഇൻസുലിൻ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരീരത്തിൽ അങ്ങിങ്ങായിട്ട് സ്കിൻ ടാഗിൽ ഗ്രോ ചെയ്യുക, മുഴകൾ വളരുക, ഫൈബ്രോയിഡ് ഉണ്ടാവുക, ഈവൻ ക്യാൻസർ അടക്കമുണ്ടാകാൻ എന്ത് ചെയ്യും, ഇത് കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സ്കിന്നിൻ്റെ കണ്ടല്ലോ ഡാർക്ക് കളർ വരിക, നല്ല കക്ഷത്തിലൊക്കെ എന്ത് ചെയ്യുക, സ്കിന്നൊക്കെ നല്ല ഡാർക്ക് തിക്കായിട്ട് വരും. ഇതെല്ലതും എന്താ വെച്ചാൽ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഒരു എഫക്റ്റ് എന്തുണ്ട്, ഇൻസുലിൻ ഉണ്ട്, അത് മൂലമാണ് വരുന്നത്. അപ്പോൾ ഇൻസുലിൻ കൂടുന്നുണ്ട് എന്നുള്ള സിഗ്നലാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ. അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വരാതെ തന്നെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യില്ല, അത് ശ്രദ്ധിക്കില്ല. ഇത് ഷുഗർ വരുന്നോ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി ഒന്നെങ്കിൽ എന്ത് അവന് നല്ല ക്ഷീണം പിടിക്കണം, അല്ലെങ്കിൽ കൈകാലുകൾ തരിപ്പ് വരണം, അല്ലെങ്കിൽ കൂടുതൽ മൂത്രം വരണം. അവനതൊരു പ്രശ്നമായിട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, രോഗികൾ ഇന്നത്തെ കാലത്ത് അത് പരിഗണിക്കുള്ളൂ. അല്ലാത്ത കാലത്തോളം അത് ഗവനിക്കില്ല എന്നുള്ള. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മളെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് മാറാൻ തേച്ച് കുളിച്ചിട്ട് കാര്യമില്ല. അത് ഇപ്പോൾ പല ആളുകളും എന്ത് ചെയ്യും, നമ്മളാ ഒരു ചെറിയ കുരുകുരു പോലെ ഉണ്ടാവും, ഈ മണൽത്തരി പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നാ ബോഡിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്കിൻ റിമൂവ് ചെയ്യാനുള്ള സ്കിൻ ടാഗ് റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും. എക്സ്റ്റേണൽ സ്കിൻ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒഴിവാക്കാനൊക്കെ നോക്കും, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കും. പക്ഷെ അത് താൽക്കാലിക. അവിടെ നമ്മൾ റൂട്ട് കോസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ള. അപ്പോൾ ഇൻറ്റേർണലി നമുക്ക് വന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അടയാളമാണ് അതെല്ലാം. അപ്പോൾ അടയാളത്തിൽ ക്ലിയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അത് ഡോക്ടർ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല, മെഡിസിൻ കഴിച്ചതുകൊണ്ട് കാര്യമില്ല. രോഗി തന്നെ ബോധവാനാവുക എന്നുള്ളതാണ്. ആ ബോധമില്ലേ, ബോധം പോവല്ലോ.